ഇനി കൊല്ലത്തേക്കാണ്. കൊല്ലം കടപ്പാക്കടയിലെ കൊലപാതകത്തിന് പിന്നിൽ പ്രണയം നിരാകരിച്ചതിനു പിന്നാലെയുള്ള പകയെന്ന സൂചന. അക്രമിയായ തേജസ് രാജ് കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരിയുമായി അടുപ്പത്തിലായിരുന്നുവെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഫെബിന്റെ വീട്ടിലെത്തിയത് ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്താനാണെന്നാണ് വിവരം. ഫെബിൻ റോഡിൽ കുത്തേറ്റ് വീഴുന്നതിന്റെ CCTV ദൃശ്യങ്ങളും ഇതിനിടെ പുറത്തുവന്നു. അതേസമയം കറുത്ത പർദ്ദ ധരിച്ചെത്തിയ തേജസ് മകനെ ആദ്യം ആക്രമിച്ചെന്ന് ഫെബിന്റെ അമ്മ മൊഴി നൽകി. പിടിച്ചുമാറ്റാൻ ചെന്ന പിതാവ് ഗോമസിനെയും കുത്തി. മകളോടൊപ്പം പഠിച്ച ആളായിരുന്നു തേജസ് രാജ്. മകൾ തേജസുമായുള്ള വിവാഹത്തെ എതിർത്തിരുന്നുവെന്നും മാതാവ് മൊഴി നൽകി. എന്നാൽ കുത്തിയ ആളെ അറിയില്ലെന്നാണ് ഫെബിന്റെ പിതാവ് ഗോമസ് പോലീസിനോട് പറഞ്ഞത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, യാതൊരു സൂചനകളും ആദ്യഘട്ടത്തിൽ കിട്ടിയിരുന്നില്ല. ആരാണ് ഇങ്ങനെ വീട്ടിലേക്ക് കയറി വന്ന് ഒരു ചെറുപ്പക്കാരനെ കുത്തിയത്, എന്താണ് ഇതിന് പിന്നിൽ, ഒന്നും അറിയുമായിരുന്നില്ല. ഇപ്പോൾ ഒരു രാത്രി കഴിഞ്ഞ് ഇന്ന് രാവിലെ ആവുമ്പോഴത്തേക്ക് എന്തൊക്കെ വിവരങ്ങളാണ്? ഈ ഫെബിന്റെ അമ്മ നൽകിയ മൊഴിയിൽ നിന്ന് മാത്രമേ നമുക്കിനി എന്തെങ്കിലും വിവരങ്ങൾ കിട്ടാനുള്ളൂ. എന്താണ് ലഭിക്കുന്ന സൂചനകൾ? ഞാനിപ്പോൾ നിൽക്കുന്നത് ആശ്രമ മൈതാനത്തിന് സമീപത്തുള്ള ഉളിയകോവിൽ എന്ന സ്ഥലത്തെ ഒരു ഇടവഴിയിലാണ്. ഈ വഴിയോട് ചേർന്നിട്ടാണ് ഈ കൃത്യം നടന്ന വീടുള്ളത്. ഇതുവഴി വാഹനങ്ങൾ സാധാരണ ധാരാളമായി കടന്നു പോകുന്ന ഒരു വഴിയാണ്. ആ വഴിയോട് ചേർന്ന് ഇന്നലെ വൈകുന്നേരം 7 മണിയോടെയാണ് പർദ്ദ ധരിച്ച് ഒരാൾ ഈ വീട്ടിലേക്ക് എത്തുന്നത്. വീട്ടിന്റെ മുൻവശത്തെ ഗേറ്റ് തുറന്ന് ഫ്രണ്ടിലേക്ക് എത്തുന്നു. എത്തിയതിനു ശേഷം ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പെൺകുട്ടിയെ കാണാൻ ശ്രമിക്കുന്നു. അപ്പോൾ പെൺകുട്ടി ഇവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് വീട്ടിലുണ്ടായിരുന്നത് ഫെബിനാണ്. ആ ഫെബിന് നേരെ ഒരു ദ്രാവകം വലിച്ചെറിയാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് എറിയുന്ന സമയത്ത് ഫെബിന്റെ പിതാവ് ഗോമസ് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അങ്ങനെ ഗോമസ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടെ ഈ ദ്രാവകം ഒഴിച്ച് കത്തിക്കാനുള്ള ഒരു നീക്കം ഫലം കണ്ടില്ല. തുടർന്നാണ് കൈവശം കരുതിയിരുന്ന ഒരു കത്തി ഉപയോഗിച്ച് 3 തവണ കഴുത്തിലും നെഞ്ചിലും അതോടൊപ്പം വാരിയലിലുമായി കുത്തുന്നത്. മാരകമായ മുറിവേൽക്കുന്നു. ആ കത്തി അതിനുശേഷം ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് ഉപേക്ഷിച്ചതിന് ശേഷമാണ് പ്രതി ഇവിടെ തൊട്ട് സമീപത്തായി നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ കയറി ഓടി രക്ഷപ്പെടുന്നത്. തുടർന്ന് ഈ വീടിന്റെ ഗേറ്റിന്റെ പ്രധാന കവാടം തുറന്നാണ് ഈ കുത്തേറ്റ ഫെബിൻ പ്രാണരക്ഷാർത്ഥം പുറത്തേക്ക് ഇറങ്ങുന്നത്. പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ ശരീരത്തിൽ നിന്ന് ഒഴുകിയ രക്തമാണ് ഈ വഴിയിലെല്ലാം ഇങ്ങനെ ഇപ്പോഴും ഈ റോഡിൽ ഒരു തീരെ മുറിവായി ഇപ്പോഴും ഇങ്ങനെ കിടക്കുന്നത്. ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 50 മീറ്ററോളം ഫ്രണ്ടിലേക്ക് ഫെബിൻ ഓടിയിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടുന്നതിനിടയിൽ അലറി വിളിച്ചുകൊണ്ടാണ് ഫെബിൻ ഓടുന്നത് എന്നാണ് പ്രദേശവാസികൾ പറഞ്ഞ് ആദ്യം പുറത്തു വന്ന വിവരങ്ങൾ. അങ്ങനെ പുറത്തേക്ക് എത്തി ഏതാണ്ട് 50 മീറ്റർ മുമ്പിലേക്ക് എത്തുന്ന സമയത്താണ് അല്പസമയം മുമ്പ് CCTV ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഈ ഒരു സ്ഥലത്ത് എത്തുന്നതിനിടയിൽ അവശനായി ഇവിടെ കുഴഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. പിന്നീടാണ് ഇവിടെ നിന്ന് അയൽവാസികളൊക്കെ ചേർന്ന് ഉടൻ തന്നെ എടുത്തുകൊണ്ട് ഒരു ഓട്ടോറിക്ഷയിൽ ഫെബിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചതെന്നാണ് വിവരം. ഇവിടെയാണ് ഈ CCTV ദൃശ്യങ്ങളിൽ അല്പസമയം മുൻപ് കണ്ടതുപോലെ ഫെബിൻ അവശനായി വീണത്. ഇവിടെ കിടന്നാണ് അവൻ മരണം സംഭവിക്കുന്നത്. ഫെബിന്റെ ഈ വീണ സമയത്ത് തെറിച്ച രക്തം ഇവിടെ ഈ മതിലിലുമൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. പോലീസിന്റെ പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ സ്ഥലമെല്ലാം മാർക്ക് ചെയ്ത് ഇട്ടിരിക്കുന്നത്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫെബിന്റെ സഹോദരിയും അതോടൊപ്പം തന്നെ ഈ കൊലപ്പെടുത്തിയ യുവാവും തമ്മിൽ, അതായത് ഈ തേജസ് രാജൻ തമ്മിൽ അടുപ്പത്തിലായിരുന്നു. പക്ഷേ പോലീസിൽ ജോലി ലഭിക്കുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു ഈ തേജസ് രാജ് ഉണ്ടായിരുന്നത്. പക്ഷേ ഫിറ്റ്നസ് ടെസ്റ്റിൽ പരാജയപ്പെട്ടതോടെ അങ്ങനെ ജോലി ലഭിക്കാനുള്ള സാധ്യത ഇല്ലാതായി. ഇതോടെ ഈ വിവാഹം എന്ന ഒരു കാര്യത്തിൽ നിന്ന് ഈ ഫെബിന്റെ കുടുംബം പിന്നോട്ട് പോവുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അങ്ങനെ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതോടെ ഈ തേജസ് വലിയ തരത്തിലൊരു ഡിപ്രഷനിലേക്ക് മാറുന്നു. അത് ഈ കുടുംബങ്ങൾ തമ്മിൽ ഒരു സൗഹൃദം നേരത്തെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ആ കുടുംബ ബന്ധങ്ങളെ വരെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തി.
തേജസിന്റെ പിതാവ് കൊല്ലം സിറ്റിയിലെ ഒരു ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ സബ് ഇൻസ്പെക്ടറാണ്. അങ്ങനെ ഈ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തെ വരെ ഇത് ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നു. അതിനിടയിൽ ഈ പെൺകുട്ടിക്ക് കോഴിക്കോട് ഒരു ബാങ്കിൽ, സ്വകാര്യ ബാങ്കിൽ ജോലി ലഭിക്കുന്നു. അവർ അവിടേക്ക് പോകുന്നു. അവർക്ക് മറ്റ് വിവാഹാലോചനകൾ വരുന്നു. അതുമായി മുമ്പോട്ട് പോവുകയാണ് എന്ന് അറിഞ്ഞ തേജസ് രാജ് കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ വീടിന് പരിസരത്തെത്തി മദ്യപിച്ചതിന് ശേഷം മകളെ വിവാഹം കഴിച്ച് നൽകണമെന്ന് ഗോമസിനോട് പലതവണ ആവർത്തിച്ചിട്ടുണ്ട് എന്നും, പക്ഷേ അതിനുള്ള വിയോജിപ്പ് അവർ പരസ്യമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയാണ് പ്രകോപിതനായ തേജസ് രാജ് ഈ പെൺകുട്ടിയെ വകവരുത്തണമെന്ന ചിന്തയോടെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം 7 മണിയോടെ ഈ വീടിന്റെ പരിസരത്തേക്ക് എത്തുന്നത്. പക്ഷേ ഈ യുവതി അപ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. തുടർന്ന് വീടിന് പുറത്തേക്ക് ഇറങ്ങി വന്ന ഫെബിനെ അതിക്രൂരമായി 3 തവണ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം തടയാൻ ശ്രമിച്ച ഗോമസിനെയും, ഫെബിന്റെ പിതാവ് ഗോമസിനെയും പരിക്കേൽപ്പിച്ച് അദ്ദേഹം ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസിന്റെ അന്വേഷണം തുടരുന്നതേയുള്ളൂ. അല്പസമയത്തിനകം ഫോറൻസിക് സംഘം പരിശോധനകൾക്ക് വേണ്ടി സ്ഥലത്തേക്ക് എത്തും. ഈ വീട്ടിൽ ഇപ്പോൾ മറ്റാരുമില്ല. ഈ അവരുടെ ഭാര്യയടക്കം, അതായത് ഗോമസിന്റെ ഭാര്യയടക്കം ആശുപത്രിയിലാണുള്ളത്. അവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കുത്തിയാളെക്കുറിച്ചുള്ള സൂചനകളെല്ലാം തന്നെ അവർ പോലീസിന് നൽകിയിട്ടുണ്ട്. പക്ഷേ ഗോമസ് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ പോലീസിന് ഇതുവരെ കൈമാറിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും വിശദമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നാടിനെ നടുക്കിയ സംഭവം കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോഴും, ഒരു രാത്രി പിന്നിടുമ്പോഴും ഈ നാട്ടുകാരും ഇങ്ങനെ ഒരു ദുരന്തം ഇപ്പോഴും ഉൾക്കൊള്ളാനാവുന്ന ഒരു സ്ഥിതിയിലല്ല ഉള്ളത്. കാരണം എപ്പോഴും ആളുകൾ നടന്നു പോകുന്ന ഒരു വഴിയാണ്. ആ വഴിയോട് ചേർന്ന ഒരു വീട്ടിൽ വളരെ അപ്രതീക്ഷിതമായി വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഫെബിനും പിതാവ് ഗോമസുമൊക്കെ ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു ദാരുണമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഫെബിന് 22 വയസ്സ് മാത്രം പ്രായമുള്ള ഫെബിന്, BCA 2ാം വർഷ വിദ്യാർത്ഥിയായ ഫെബിന് ഇവിടെ വെച്ച് പിടഞ്ഞു മരിക്കേണ്ട ഒരു സാഹചര്യം. ഇന്നലെയും ഈ നാട്ടിലുണ്ടായിരുന്ന ഫെബിൻ ഇന്ന് ഈ സമയം ഒരു ഓർമ്മയായിരിക്കുന്നു. അത് ഉൾക്കൊള്ളാൻ ഇപ്പോഴും ഈ നാടിന് കഴിയാത്ത സ്ഥിതിയാണെന്നല്ലോ. ഡാനി, തേജസിനെ സംബന്ധിച്ച്, തേജസിന്റെ അച്ഛനും പോലീസ് ഉദ്യോഗസ്ഥനാണെന്നാണ് അറിയുന്നത്. ഈ തേജസിനെ സംബന്ധിച്ച് ഇയാൾക്ക് ഇങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള പശ്ചാത്തലമുണ്ടോ, അതോ ഈ ഒരൊറ്റ പകയുടെ പുറത്ത് ഇങ്ങനെയൊരു അക്രമകാരിയായി മാറുകയായിരുന്നു ഉണ്ടായിരുന്നത്? ആ രീതിയിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? നമ്മൾ നേരത്തെ പലതവണ ഈ പ്രണയം പകയുടെ പേരിൽ ജീവൻ ഇല്ലാതാക്കിയ ശേഷം ജീവൻ ഒടുക്കുന്ന സംഭവങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സമാനമായ തരത്തിലുള്ള ഒരു സംഭവമാണ് ഇവിടെയും ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇതിനോടകം പോലീസ് നടത്തിയിരിക്കുന്ന അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. അതായത് മറ്റേതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചിരുന്നതായോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു റോങ് ആയിട്ടുള്ള ട്രാക്ക് റെക്കോർഡ് ഉള്ള ഒരാളാണ് തേജസ് രാജ് എന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, പോലീസിലേക്ക് ടെക്സ്റ്റ് എഴുതി അതുമായി ബന്ധപ്പെട്ട പരീക്ഷയിലേക്ക് വിജയിച്ച ഒടുവിൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ മാത്രമാണ് പരാജയപ്പെട്ടു പോകുന്നത്. അങ്ങനെ ഒരു ജോലി നേടണം, സർക്കാർ ഉദ്യോഗസ്ഥനാകണമെന്നൊരു ലക്ഷ്യത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു യുവാവാണ്. പക്ഷേ അപ്രതീക്ഷിതമായാണ് അങ്ങനെ ഒരു കായികക്ഷമതാ പരീക്ഷയിൽ ഒരു തിരിച്ചടി നേരിടുകയും അങ്ങനെ ഈ ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള ഒരു തടസ്സമുണ്ടാകുകയും അത് ഈ വിവാഹത്തിൽ നിന്ന് തന്നെ പിന്നോട്ട് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നത്. അതിൽ മാനസികമായി കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു തേജസ് രാജ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഏറെ മാസങ്ങൾ ഈ വലിയൊരു ദുഃഖവും മനസ്സിലേറി പോകുന്നതിനിടയിൽ മദ്യപിച്ച് ഈ വീട്ടിലെത്തി മകളെ കെട്ടിച്ച് നൽകണമെന്ന് പലതവണ ഈ കുടുംബാംഗങ്ങളോട് ആവശ്യപ്പെടുകയും അവർ അതിൽ വിയോജിപ്പ് അറിയിക്കുകയും ചെയ്തിരുന്നുവെന്നൊക്കെ ഉള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എന്തായാലും കുടുംബാംഗങ്ങൾ ഇതുവരെ ഈ മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. ആ പ്രതികരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നിലവിൽ. പോലീസിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ മാത്രമാണ് ഇപ്പോൾ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ മറ്റൊരു വിവാഹം ഈ ഫെബിന്റെ സഹോദരിക്ക് ആലോചിച്ച് അതായത് അതുമായി മുമ്പോട്ട് പോകുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ ഈ പ്രതിക്ക് ലഭിച്ചതിനെ തുടർന്നാണ് അങ്ങനെ തേജസ് രാജ് വലിയ പ്രകോപനത്തോടെ ഇവരെ ഇല്ലാതാക്കണം, വകവരുത്തണം എന്നൊരു ചിന്തയോടെ ഇന്നലെ വൈകുന്നേരം ഈ വീട്ടിലേക്ക് എത്തിയതെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ദിശയിലാണ് ഈ വാഹനത്തിൽ വന്ന് അവിടെ നിന്ന് നടന്ന് ഇവിടേക്ക് എത്തുകയായിരുന്നു. പർദ്ദ ധരിച്ചാണ് എത്തിയത്. ആളുകൾക്ക് ഒരു സംശയവും തോന്നാത്ത തരത്തിൽ സാധാരണയായി തിരക്കുള്ള ഒരു വഴിയിലൂടെ എത്തുന്നത് പോലെ ഈ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം വിളിച്ചിറക്കി ഫെബിനെ പുറത്തിറക്കിയതിനു ശേഷം നെഞ്ചിലും വാരിയിലും കഴുത്തിലും ക്രൂരമായി കുത്തുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന മൊഴി. അതിനുശേഷം പ്രാണരക്ഷാർത്ഥം ഇറങ്ങി മുമ്പിലേക്ക് ഈ വഴിയെ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഓടി വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ CCTV ദൃശ്യങ്ങളിലൊക്കെ കണ്ട സ്ഥലത്ത് ഇവിടെ അവശനായി തളർന്നു വീഴുകയും ഇവിടെ പിടഞ്ഞു വീണ ഫെബിനെ ഇവിടെ നിന്ന് ഓടിക്കൂടിയ ആളുകൾ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടത്. അത്രമാത്രം രക്തം വാർന്നു പോയിട്ടുണ്ട് ഈ കടന്നു വരുന്ന വഴിയിൽ. ഈ സ്ഥലങ്ങളിലെല്ലാം രക്തം തളങ്കെട്ടി കിടക്കുകയെന്ന് വൈകിട്ട് അല്പസമയത്തിനകം ഫോറൻസിക് ഉദ്യോഗസ്ഥർ എത്തി വിശദമായ പരിശോധന നടക്കും. ഈ കുത്താൻ ഉപയോഗിച്ച
കത്തിയാണ് മറുവശത്ത് ഞാൻ ആദ്യം കാണിച്ച സ്ഥലത്ത് അത് പോലീസ് മറവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് തെളിവെടുപ്പിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും ആ കത്തിയെടുക്കും അവിടുന്ന് വീണ്ടെടുക്കുക. അതിനുശേഷമായിരിക്കും ഈ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം ഇതിന് പിന്നിലുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വ്യക്തമായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചു തുടങ്ങുകയുള്ളൂ. എന്തായാലും ഗോമസിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. അദ്ദേഹം ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം ഉളിയക്കോവിലാണ് ഇന്നലെ നാടിന് മുഴുവൻ നടുക്കിയ ഈ കൊലപാതകം ഉണ്ടാവുന്നത്. ഇതിനുശേഷം ഈ ആക്രമണം നടത്തിയ തേജസ് രാജ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പ്രണയം നിരാകരിച്ചതിന് പിന്നിലെ, വിവാഹം നടക്കാത്തതിന് പിന്നിലെ പകയാണ് ഇത്തരമൊരു ക്രൂരമായ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ.